പൂരിയൊക്കെ നല്ല സോഫ്റ്റ് ആട്ടോ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ ബാഗിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിച്ചുകൊണ്ടിരിക്കാം. കഴിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പം നമുക്ക് പൂരി മസാല എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാൽ അതിന് വേണ്ടിയിട്ട് 3 ഉരുളൻകിഴങ്ങ് ഉപ്പിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അത് വേവുന്ന സമയം കൊണ്ട് പൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ച് കുഞ്ഞു ഉരുളകളാക്കി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ പൂരി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പാൻ ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക, കടുകിടുക, ഉഴുന്നിടുക, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ചൊരു 1 ടേബിൾ സ്പൂൺ പേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം വളരെ കനം കുറച്ചരിഞ്ഞ സവോള, ഒരു 2 സവോള എടുത്തിട്ടുണ്ട്, ചെറിയ സവോളയാണ്. അപ്പം അത് കുറച്ച് ഉപ്പിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഉടച്ച് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ സവോളയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ക്രഷ്ഡ് ചില്ലിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ആ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് പറ്റിച്ചെടുക്കാം. അതിനുശേഷം ലാസ്റ്റായിട്ട് കുറച്ച് പച്ചമുളകും ഗരം മസാലയുടെ പൊടിയും മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് ഗോതമ്പ് മാവും 1 ടേബിൾ സ്പൂൺ റവയും കുറച്ച് ഉപ്പും കൂടെ ചേർത്താണ് നമ്മൾ കുഴച്ച് മാറ്റി വെച്ചത് കേട്ടോ. അപ്പം എന്ത് സൂപ്പർ സോഫ്റ്റ് പൂരിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്